ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. അങ്ങനെ ഒരു ഹീറോ ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ മാജിക് ആക്ട് പറയാൻ തുടങ്ങി. അതുകൊണ്ട് ഹീറോമാർ അങ്ങനെയായിട്ട് ഇങ്ങനെ കുട്ടികളെ വെച്ച് കഷ്ടപ്പെടാം. ഹീറോമാർ മമ്മി പറയാൻ തുടങ്ങി, ജെൻ നീ മാരേജ് കഴിക്കടാ. എന്താടാ പറഞ്ഞു മോം, എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ 7 പേർ പറയാൻ തുടങ്ങി, മോം ഞങ്ങൾ മാരേജ് കഴിക്കുന്ന ഒരേയാളെ ഞങ്ങൾ മാരേജ് കഴിക്കും. അങ്ങനെയായിട്ട് 7 പേർ പ്ലാൻ ചെയ്ത് ഒരേവരെ ഞാൻ മാരേജ് കഴിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 7 പേരും മമ്മി എന്ത് ചെയ്ത് പ്ലാൻ ചെയ്യുക, വേറെ വഴിയില്ല. അവർ ഓക്കെ, നമുക്ക് വേറെ വഴിയില്ല, ഒരേ കുട്ടീനെ വേറെ ജയിക്കാം, എന്ത് ചെയ്യാൻ. അങ്ങനെ അടി മമ്മിക്ക് ഓക്കെ അല്ല. ഇങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. അങ്ങനെ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഫോട്ടോസും എല്ലാം കാട്ടാൻ തുടങ്ങി. അങ്ങനെ എല്ലാ കുട്ടികളും കണ്ട് ഇവർ വേണ്ട വേണ്ട പറഞ്ഞു. അങ്ങനെ മാജിക്കലായിട്ട് ഒരു പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഹ്യൂമനായിട്ട് മാറി ഒരു മനുഷ്യനായിട്ട് മാറി ഇങ്ങനെ റോട്ടിൽ നടന്നുകൊണ്ട് പോയിരുന്നായിരുന്നു. ജിന്നിൻ്റെ മമ്മി അവിടെ മയങ്ങി വീണുമായിരുന്നു. എനിക്ക് ആൻറ്റി എന്ത് പറ്റി? ഡാൻസ് പാ എന്തുമില്ല, എൻ്റെ ആൻറ്റി ഒരുപാട് ടയർഡായിട്ടുള്ളത്. ഇല്ലപ്പാ, മാരേജ് പറഞ്ഞ എൻ്റെ മോൻ മാരേജ് കഴിക്കില്ല. ആൻറ്റി മോനിക്ക് മാരേജ് ആയിട്ടേ? ഇല്ലമ്മ, മാരേജ് ആയി. അതൊക്കെ ആൻറ്റി വിഷമിക്കണം ആൻറ്റി. ഇതാണ് കാർഡ്. അതുമാത്രമല്ല ആൻറ്റി, ഞാനൊരു മാരേജ് ബ്ലോഗറാണ്. ഞാൻ മാരേജ് കഴിച്ചവർ എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട്. ആൻറ്റിക്ക് പെണ്ണ് വേണം ആൻറ്റി, നിറയെ ഗേൾസെല്ലാം ആൻറ്റി. ആ എന്താ മാജിക് ആറ്റോട് ആൻറ്റി ഡക്കോബ് ഷോൾവായിട്ട് സംസാരിക്കാതെ ആൻറ്റി, എൻ്റെ നിറയെ ഗേൾസ് ഉണ്ട് ആൻറ്റി. അത് മാത്രമല്ല ഇവളെ പേരാണ് പ്രിയ, ഇന്ത്യൻ ഗേളാണ്. എന്താ ഇന്ത്യൻ ഗേളാ? അതെ ആൻറ്റി. അത് മാത്രമല്ല ആൻറ്റി, ഇവള് ഇന്ത്യൻ ഗേളാണ്. മാത്രം എന്താ ചെയ്യാറിയില്ല. ഇവള് നിറയെ മാരേജ് പ്ലാൻ ചെയ്തായിരുന്നു. മാത്രം ഇവളിപ്പോൾ ഇത് മാരേജ് ഇൻട്രസ്റ്റിനെ പറയാം. ഇവളൊക്കെ ഞാൻ തേടാണ്. അതെ, ഇവളെ കാണാൻ ക്യൂട്ടായിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടെ ഒരു കേപ്പോപ്പ് ബാൻഡിൽ ഫാൻ ഗേളാണ്. എന്ത് ഫാൻ ഗേളാണ്? അതെ ആർമി ഗേളെന്ന് പറഞ്ഞായിരുന്നു. എന്ത് ആർമി ഗേളാണോ? അതെ ഇവൾക്ക് പറഞ്ഞ ആൻറ്റി എന്താ ഇവളെ അച്ഛൻ എന്നോട് പറയായിരുന്നു ഇവൾക്ക് മാരേജ് കഴിപ്പിക്കുക, അതുകൊണ്ട് ചെക്കനല്ലേ കാര്യം പറഞ്ഞായിരുന്നു. ഓ അങ്ങനെയാണ്. ഇവൾക്ക് 7 പേർ പിടിക്കും. ആർമി ഗേളാണ്, PTS മെമ്പർ 7 പേരെ പിടിക്കും. അതുകൊണ്ട് മാരേജ് കഴിക്കാൻ പറയില്ലായിരുന്നു. ഇതുകൊണ്ട് ഇവിടെ അച്ഛൻ പറഞ്ഞത് എനിക്ക് മാരേജ് കഴിക്കുന്ന ബോയ്സ് നോക്കുകയാണ്. അങ്ങനെയായിട്ട് 7 പേര് മാത്രം ക്യാരക്ടറുള്ള ഒരു ബോയിനെ ഇവിടെ കല്യാണം കഴിപ്പിക്കാറുണ്ട്. നിങ്ങളൊക്കെ സങ്കടം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സാഡാണ്. ഇതാണ് ഇവരെ അഡ്രസ്സ് പറയാൻ പറ്റുക. നിങ്ങളെനിക്ക് കോൾ ചെയ്ത് പറഞ്ഞാൽ മതി, ഞാൻ പോവാണ്, ബായ് എന്ന് ആ കാർഡ് കൊടുത്ത് പോയി. ഇതാ അല്ല ഡീറ്റെയിൽസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്ന ഏത് ചെക്കനുണ്ടോ പറഞ്ഞു. അങ്ങനെയായിട്ട് ആ മാജിക്കായിട്ട് അങ്ങനെ മെൻഷൻ രൂപത്തിലായിട്ട് അതിനായിട്ട് ഫോൺ നമ്പർ കൊടുത്ത് അവിടെ നിന്ന് മറിഞ്ഞു ഇങ്ങനെ പോയി. ക്യാറ്റ് പറഞ്ഞു, അതിൻ്റെ ഐഡിയ എങ്ങനെയുണ്ട്? ഹീറോയിൻ നോമിനായിട്ട് പറഞ്ഞു, നിങ്ങളെ മോക്ക് മാരേജ് കഴിക്കണം. അങ്ങനെ മാജിക് ക്യാറ്റ് പറയുമ്പോൾ ഹീറോയിൻ്റെ അച്ഛനെ ഓക്കെ, അവർ നല്ല കാര്യമാണ് ചെയ്യുന്നത്. അവരുടെ ജീവിതത്തിൽ ഓക്കെ, എൻ്റെ മോൾ പോയി ഓക്കെയാണ്, ഹീറോയിൻ്റെ അമ്മയ്ക്ക് ഡാഡിക്ക് ഓക്കെയാണ്. അങ്ങനെയായിട്ട് നമ്പറും ക്യാറ്റ് പറഞ്ഞവന് ക്യാറ്റ് പറയാൻ തുടങ്ങി. അർജുൻ എന്താ? അർജുൻ പറയാൻ തുടങ്ങി, ഞാൻ അങ്ങനെ മാജിക് ക്യാറ്റ് അവിടെ ഇരുന്ന് സംസാരിച്ചായിരുന്നു. മാജിക് ക്യാറ്റിക്ക് അങ്ങനെ ഫോൺ വന്നു മാജിക് ക്യാറ്റിക്ക്. ഹലോ, ഓക്കെ, അങ്ങനെ വീട്ടിൽ ഹീറോ ഓക്കെ അങ്ങനെ മാജിക് ക്യാറ്റ് പറയാൻ തുടങ്ങി. ആരാ വിളിച്ചത്? അതില്ല, എൻ്റെ ഫ്രണ്ട് വിളിച്ചതാ, മാജിക്കിൻ്റെ ഫ്രണ്ട് വിളിച്ചതാ. എനിക്ക് ഫോണുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇവിടെ ഇരിക്കാനാ പറഞ്ഞതാ. എൻ്റെ ഡാഡി വിളിച്ച് പറഞ്ഞതാ സൂക്ഷിക്കണം എന്ന്. ഓ അങ്ങനെയാണോ? അങ്ങനെ ഒരു ജിന്നിൻ്റെ മമ്മി വീട്ടിലൊക്കെ ഓടി വന്നു. അങ്ങനെ എല്ലാവർക്കും കോൾ ചെയ്ത് വീട്ടിൽ കുളിപ്പിച്ച്. അങ്ങനെ 7 മമ്മും ഡാഡിയും വന്നു. എന്താ? ഇതാണ് കുട്ടി. എല്ലാവരും ജിന്നി 6 അമ്മയൊക്കെ അങ്ങനെ ഇങ്ങനെ ഫോട്ടോ. അതെ, ഫോട്ടോ 7 പേർക്ക് ഫോട്ടോ കാട്ടി. അങ്ങനെ ഫോട്ടോ കോപ്പി എടുത്ത് മൊബൈലിൽ സെറ്റ് ചെയ്തു. ഇങ്ങനെ TV വെച്ച് കാട്ടി. ഇവളെ പേരാണിത്, ഡീറ്റെയിൽസ് എല്ലാം കാട്ടി. ഇതെല്ലാം ഷോക്കായി. ഇവളാരാ? അതുമാത്രമല്ല ഇവൾ ആർമികളാണ്. അങ്ങനെ 7 പേര് പിടിക്കും. ഇവളൊക്കെ മാരേജ് നമ്മളെ കുട്ടികളെ ക്യാരക്ടറുള്ള അശക്കനെ വേണം പറഞ്ഞു. എന്താ ഇതിൽ? അതുകൊണ്ട് നമ്മൾ ഇവൾക്ക് മാരേജ് കഴിപ്പിക്കുക. ഇവൾക്ക് മാരേജ് ആയിട്ട് ഇത് ഫസ്റ്റ് മാരേജാണ്. നമ്മൾ ചിലവർക്കെല്ലാം കുട്ടികൾക്ക് മാരേജ് ആയിട്ട് ഓക്കെയാണ്. അങ്ങനെ ഓക്കെയാണോ നിങ്ങൾക്ക്? എനിക്കെല്ലാം ഓക്കെയാണ്. അങ്ങനെയായിട്ട് ഇവർക്ക് കോൾ ചെയ്തിട്ട് പറയാം. PTS മെമ്പറോട് പറഞ്ഞു, അവർ ഏത് പെൺകുട്ടി കാട്ടിയ നിങ്ങൾക്ക് ഓക്കെയാണ് അവൾ പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയിൻ അമ്മ ഡാഡിക്ക് കോൾ ചെയ്ത് വിളിച്ചു. ഹലോ, ഞങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾ എവിടെയാണ് പ്ലേസ്? അങ്ങനെ ഹീറോയിൻ അമ്മ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലൊക്കെ വന്നു, ഇന്ത്യയൊക്കെ വന്നു. അങ്ങനെ 7 പേര് എടുത്തോണ്ട് അമ്മവും പറഞ്ഞേക്കടാ. അങ്ങനെ 7 പേര് എടുത്തോണ്ട് ഇന്ത്യയൊക്കെ എടുത്തോണ്ട് വന്നു. അവിടെ വീട്ടിൽ താമസിച്ചു. അങ്ങനെ ഒരു വീട്ടിൽ
അവന് ഹോട്ടൽ താമസിച്ച് 7 റെഡിയായി രാവിലെ അവന് വന്നു. അങ്ങനെ 7 വീട്ടിൽ അവിടെ ഇരുന്ന് മുണ്ടാതെ ടെൻഷനായിരുന്നു 7 അങ്ങനെയിട്ട് ഇങ്ങനെ ഇറങ്ങി ഒരു ചെയിൻ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ഇതെന്നാ ജെന്നിക്ക് ഫസ്റ്റ് കേട്ടു. ഈ 7 വീടുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ട് വരും. പെണ്ണിൻ്റെ അടുത്തോട്ട് വരാൻ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഇങ്ങനെ കാളോട് 7 നോക്കി വീട് നോക്കി കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അങ്ങനെ ഏറ്റവും ഫ്ലാറ്റായി. അയ്യോ ഇവളെ കാണാൻ ക്യൂട്ടായിട്ടുണ്ടല്ലോ, ഇവളെ ക്യാരക്ടറൊക്കെയാണോ നോക്കാം. അങ്ങനെ വീട്ടിലെല്ലാം സംസാരിക്കാൻ തുടങ്ങി. ആറാമ്മയോട് പറഞ്ഞു, എനിക്ക് ഓക്കെയാണ് മോം, എനിക്ക് കുറച്ച് സംസാരിക്കണം. ആറാം പറഞ്ഞു, ശരിടാ സംസാരിച്ചു. അങ്ങനെ ഹാറാം വന്നു കുറച്ച് ഞാൻ പോയിട്ട് സംസാരിച്ചിട്ട് വരാം. ഓക്കെയാണോ, ഞാൻ ഓക്കെ പറയാം. അതിനായിട്ടല്ലോ ഇങ്ങനെ ആറാം പറഞ്ഞു സംസാരിക്കാൻ തുടങ്ങി. നിനക്ക് മാരേജ് ഓക്കെ ആണോ? സർ അത് നിങ്ങൾ നീ ആർമിയാണോ? അത് ആർമിയാണോ? ശരി ഓക്കെ. നിനക്കിത് മാരേജ് ഓക്കെ ആണോ? അത് എനിക്ക് ഓക്കെയാണ് അങ്ങനെ പറഞ്ഞു. ഇത് കേട്ടാണോ ഷോക്ക്. ഇങ്ങനെ കുറച്ച് ദിവസം സംസാരിച്ചാൽ തുടങ്ങി. ശരി എന്താ പഠിക്കുക? അത് ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കാം. ഇതേടെ ആറാം ഷോക്ക്. അതെ ഫസ്റ്റ് ഇയറും പഠിക്കണം. ശരി ഓക്കെ. എന്നിട്ട് ആറാമൊക്കെ ഓക്കെ ഇങ്ങനെ സംസാരിച്ച്. അങ്ങനെ ആറാം പറഞ്ഞു എനിക്ക് ഓക്കെ. ബാക്കി 6 പേരോട് ചോദിച്ചു എനിക്ക് ഓക്കെയാണ് പറഞ്ഞു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം മാരേജായി. അതെ മാരേജുമായി. അങ്ങനെയായിട്ട് ഇപ്പോൾ മാരേജായി 7 കൂടെ മാരേജായിട്ട് ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഇന്ത്യയിലാണ് ഉള്ളത്. പാലടത്തോട് പോകുമോ? മോം മാജിക്കായിട്ട് പറയാൻ തുടങ്ങി. കൺഗ്രേസ് അങ്ങനെയായിട്ട് ഡാൻസ് മാജിക്കായിട്ട് പറ അകത്ത് പോയിക്കോ. ശരി മാജിക്കായിട്ട് പറയാൻ തുടങ്ങി. അങ്ങനെ വീട്ടിൽ അകത്ത് വന്നു. എന്നിട്ടിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഓക്കെയാണ്. ഇങ്ങനെ അവർ ഉറങ്ങി. അങ്ങനെ രാവിലെയായി. അങ്ങനെയായിട്ട് അവർ കൊറിയൊക്കെ പോകാൻ പ്ലാനായി. അങ്ങനെ മാജിക്കായിട്ട് പറയാൻ തുടങ്ങി. ഐ മിസ് യു മാജിക്കായിട്ട് പറയാൻ തുടങ്ങി. വിഷമിക്കേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടേക്ക് വരാം, എൻ്റെ കയ്യിൽ മാജിക് ഉണ്ട് അങ്ങനെയായിട്ട് പറയാൻ തുടങ്ങി. അങ്ങനെ ഓക്കെ സ്മൈൽ ചെയ്ത് അവിടെ പോയി. അങ്ങനെ ആറാം അവിടുത്തെ കോളേജ് ജോയിൻ ചെയ്ത് അങ്ങനെ പഠിക്കാൻ തുടങ്ങി. അവിടെ ഒരു ചെക്കൻ അങ്ങനെ റൂട്ട് വിടാൻ തുടങ്ങി, സൈറ്റ് അടിക്കാൻ തുടങ്ങി. എനിക്ക് മാരേജായി ഓൾറെഡി. ആ ചെക്കനോട് പറഞ്ഞു മൈക്ക് ജാക്കറ്റ് പറയാൻ തുടങ്ങി. എനിക്കിന്നെ ഇഷ്ടപ്പെട്ടു പോയി. മാരേജ് കഴിക്കാൻ പറ്റുമോ? സോറി ഇൻട്രസ്റ്റ് ഇല്ല. അവിടെ പോയി. ആറുമല്ല ഓൾറെഡി ശ്രദ്ധിച്ചുകൊണ്ടുണ്ട്.